ഇനി നമ്മൾ ഒരു ലിസ്റ്റിൽ ഒരു എലമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഇത് മാർക്ക് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നമ്മൾ 23 ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ i=0, ഒരു വൈൽ ലൂപ്പ് തുടങ്ങുന്നു. വൈൽ i<5, ഇവിടെ ഇപ്പോൾ 0 1 2 3 4 എലമെൻറ്റ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് i<5 എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് if mark of ith ഇൻഡെക്സിൽ ഈക്വൽ ടു 23, ith ഇൻഡെക്സിൽ 23 ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ഇത് എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഡെക്സ് i എന്ന് പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഉണ്ടോ? ഇത് എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഡെക്സ് 1, എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഡെക്സ് 4. അത് രണ്ടിലും ഉണ്ടെന്നാണ്, രണ്ട് ഇൻഡെക്സിലും ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. കണ്ടോ? ഇൻഡെക്സ് ഇൻ 1 ഇതാണ് ഫസ്റ്റ് ഇൻഡെക്സ്, ഇതാണ് ഫോർത്ത് ഇൻഡെക്സ്. ഇനി നമുക്ക് നോക്കാം. 23ക്ക് പകരം നമ്മൾ 45 കൊടുക്കുക. 45 എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഡെക്സ് 2, സെക്കൻഡ് ഇൻഡെക്സിലുണ്ടെന്നുള്ളതാണ് 45. ഇത് എലമെൻറ്റ് 45 ഇതുണ്ട്, 0 1 2 സെക്കൻഡ് ഇൻഡെക്സിലുണ്ടെന്നുള്ളതാണ്. ഓക്കെ. ഇനി നമുക്കതേ പ്രോഗ്രാം തന്നെ എത്ര പ്രാവശ്യം ഈ 23 എന്ന് പറയുന്ന എലമെൻറ്റ് എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ളതാണ്. അതിന് നമ്മൾ എഴുതുന്നത് i=0, കൗണ്ട് =0, എന്നിട്ട് ഈ മാർക്ക് ഓഫ് i=23 ആണെങ്കിൽ കൗണ്ട് +1 ആവും. ഇപ്പോൾ കൗണ്ട് 0 ആണ്. മാർക്ക് ഓഫ് i=23 ആകുമ്പോൾ കൗണ്ട് ഒന്ന് കൂടും. പിന്നെ 23 എത്ര പ്രാവശ്യം വന്നോ അത്രയും പ്രാവശ്യം കൗണ്ട് കൂടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇത് എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഡെക്സ് 4, കൗണ്ട് 2 ആണ്. ഇനി നമുക്ക് 67 ആണെന്ന് കൊടുക്കുന്നതെന്ന് നോക്കാം. 67 അല്ല, നമ്മൾ ഓക്കെ, ഇവിടെ 67 റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇത് എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഡെക്സ് 3, 67, കൗണ്ട് 1 ഇതാണ്.